ഹലോ പോസിറ്റീവ് സോൾസ്, വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാരറ്റ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നിങ്ങളിലുള്ള ദൈവികത അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ ദൈവികത സംരക്ഷിക്കാൻ ഇപ്പോൾ നിങ്ങൾ ഏത് ദൈവത്തെയാണ് പ്രാർത്ഥിക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് ക്ഷേത്രമാണ് സന്ദർശിക്കേണ്ടത്. അപ്പോൾ ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫിൽ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ്. ലെറ്റ്സ് സീ. നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് പാർവതി ദേവിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു പവർ, നിങ്ങളുടെ എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സൃഷ്ടിപരമായിട്ടുള്ള കഴിവുകളെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്ക് എന്തും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും സൃഷ്ടിക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് ഒന്ന് സെറോഗസി അല്ലെങ്കിൽ പ്രഗ്നൻസിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഇതിലൂടെ സൂചിപ്പിക്കുന്നുണ്ട്. അതായത് നോർമലായിട്ടുള്ള രീതിയിലല്ലാതെ, നോർമൽ പ്രഗ്നൻസി അല്ലാത്ത രീതിയിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതോ IVF അതുപോലുള്ള കാര്യങ്ങൾ പലതരത്തിലുള്ള അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ജനറൽ നോർമൽ പ്രഗ്നൻസി നടക്കുന്നില്ല എങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള സിറ്റുവേഷനാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ പവറാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതേപോലെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ അടുത്തിടയ്ക്ക് സംഭവിക്കുന്ന ചില കാര്യങ്ങളുടെ ശിവക്ഷേത്രം സന്ദർശിക്കുക. പാർവതി ദേവിയും ശിവനും ഒരുമിച്ചിരിക്കുന്ന ക്ഷേത്രം സന്ദർശിക്കുന്നത് വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ഇന്ന വഴിപാടുകൾ ഇന്ന രീതിയിൽ ഇന്ന സമയത്തേക്ക്, അല്ലെങ്കിൽ കുട്ടി ജനിക്കുന്നതായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണെങ്കിൽ കുട്ടി ജനിച്ചു കഴിഞ്ഞിട്ട് കുട്ടിയുമായിട്ട് പോകാമെന്നുള്ള രീതിയിൽ. അപ്പോൾ തിരുവൈരാണിക്കുളം ക്ഷേത്രം ശിവനും പാർവതിയുള്ള ക്ഷേത്രമാണ്. പാർവതിയുടെയും നട തുറക്കുന്ന പ്രത്യേക സമയമുണ്ട്. അപ്പോൾ സമയം നോക്കിയിട്ട് പോകുന്നതും നല്ലതായിരിക്കും. അതൊരു വഴിപാടായിട്ട് മനസ്സിൽ കരുതാം. പിന്നെ ഇവിടെ പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ മനസ്സിൽ നിങ്ങളെക്കൊണ്ട് പറ്റില്ല അല്ലെങ്കിൽ എനിക്ക് കഴിയില്ല എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് മാറ്റിവെക്കുക എന്നുള്ളൊരു സന്ദേശമാണ് ഇതിവിടെ തരുന്നത്. അപ്പോൾ നിങ്ങളുടെ എനർജി ഒന്ന്, നിങ്ങൾ ദേവീക്ഷേത്രങ്ങൾ സന്ദർശിക്കുക. ഇപ്പോഴത്തെ സമയം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ബോൾഡായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക. നിങ്ങളുടെ പാഷൻ, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി, ജോലി സംബന്ധമായിട്ടുള്ള, കുടുംബവും അല്ലെങ്കിൽ പ്രഗ്നൻസിയും റിലേറ്റഡ് ആയിട്ടുള്ള എനർജി മാത്രമല്ല, ജോലി സംബന്ധമായിട്ട് കരിയറിൽ ഉയർച്ച, അതുപോലെ തന്നെ ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, സ്വന്തമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. ഇപ്പോൾ സ്വന്തമായിട്ട് ബിസിനസ് എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ക്രിയേറ്റീവ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിരിക്കാം, മറ്റു തരത്തിലുള്ള അങ്ങനെയുള്ള കരിയേഴ്സ് ഉള്ളവർക്ക് പ്രത്യേകിച്ച് ജോലിക്ക് വേണ്ടിയിട്ടും നിങ്ങൾക്ക് ദേവീക്ഷേത്രങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ സന്ദർശിക്കേണ്ടത്. അതേപോലെ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണെങ്കിലും വളരെ അധികം നിങ്ങളുടെ ആ ഒരു ഉഗ്രരൂപിണിയായിട്ടുള്ള ദേവിയുടെ ക്ഷേത്രങ്ങളാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ സഹായകരമായിട്ടുള്ളത് എന്നുള്ളത് കൂടിയിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ.